അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മാനുഷിക ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ മനുഷ്യനും ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ട, എന്നാൽ ആ ഒരു കാര്യം ഏറ്റവും അശ്രദ്ധമായി ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമയം എന്നുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളും അത് ദുനിയാവിന് ശേഷം പരലോകത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഇഹലോകത്ത് അവൻക്കുള്ള ഏറ്റവും വലിയ പരീക്ഷണമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒന്നാണ് ഈ സമയം എന്നുള്ളത്. ആ ഒരു ബോധ്യത്തോടെ കാണാതെ ആ ഒരു സമയത്തെ ഏറ്റവും അശ്രദ്ധമായ രീതിയിൽ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ മുമ്പിലൂടെ പോകുന്ന ഓരോ സെക്കൻഡുകളും അള്ളാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം, ധനികന് അള്ളാഹു ധനം കൂട്ടി നൽകുകയും ചിലരിൽ പാവപ്പെട്ടവർക്ക് അള്ളാഹു ധനം കുറച്ച് നൽകും. അങ്ങനെ പല നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പല മേഖലകളിൽ അള്ളാഹു കൂട്ടിയും കുറച്ച് നൽകും. ആ ഒരു തരത്തിൽ തന്നെ സമയത്തെയും പലർക്കും അള്ളാഹു കൂട്ടിയും കുറച്ച് നൽകും. അത് ആ ഒരു സമയത്തിനുള്ളിൽ അവൻ എന്ത് നന്മയാണ് അല്ലെങ്കിൽ അവൻ എന്ത് തിന്മയാണ് നൽകുന്നതനുസരിച്ചിട്ട് ആ ഒരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ വിശ്വാസിക്ക് മുമ്പിലും നൽകുന്നത്. അള്ളാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്, ലിയബ്ലുവന്നകും അയ്യുക്കും അഹ്സനു അമല. ആ ഒരു സമയം നൽകി പരീക്ഷിക്കുന്നത് ഏറ്റവും നന്മ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഏറ്റവും തിന്മയായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ചു വീഴുന്ന സമയം മുതൽ അവന് മരണം വരെയുള്ള ഓരോ നിമിഷങ്ങളും നാളെ അള്ളാഹു ചോദിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ പ്രവാചകനിലൂടെ നമുക്ക് സമ്മാനമായി നൽകിയ 5 വഖത്ത് നിസ്കാരം, ആ 5 വഖത്ത് നിസ്കാരങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അവനെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് സമയത്തെക്കുറിച്ച്. രാവിലെ സുബഹിയിലും ളുഹറിലും അസറിലും മഗ്‌രിബിലും ഇശായിലും നിരന്തരം ഓരോ സമയങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെ തൊട്ടും അതുപോലെ തന്നെ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് അവനെ നിരന്തരം അള്ളാഹു തആല അവനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ദിവസങ്ങളിലും കടന്നു പോവുകയാണ്. അപ്പോൾ നമുക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിയിൽ ഒരു ഉദ്യോഗസ്ഥന് ഒരു വർഷം ജോലി ചെയ്യേണ്ടെങ്കിൽ ആ ഒരു വർഷത്തിന് ശേഷം ഒരു മാസം ഒരു വെക്കേഷനൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മാസം ആ കമ്പനിയിൽ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ അവനക്ക് ചോദ്യം വരില്ല. ആ ഒരു വർഷം അവരെന്ത് ചെയ്തു എന്നുള്ള ആ ഒരു കാര്യത്തെ മാത്രമായിരിക്കും അവന് ചോദ്യം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടാകുക. ആ ഒരു മാസം അവനിൽ നിന്ന് വിട്ടു നിൽക്കും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വിശ്വാസിക്ക് മുമ്പിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവൻ ജനിച്ചു വീഴുന്ന ഒരു നിമിഷം മുതൽ മരിച്ചു വീഴുന്ന അവസാനം വരെ ഉള്ള ഓരോ നിമിഷങ്ങളും അവന് ചോദ്യത്തിന് അർഹനാണ്. അതുപോലെ തന്നെ നമ്മൾ പലവട്ടം കേട്ട ഒരു ഹദീസാണ്. ആ കേട്ട ഹദീസിനെ ഒരു ചെവിയിൽ നിന്ന് മറു ചെവിയിലേക്ക് തട്ടിവിട്ടുകൊണ്ട് അതിനെ കൃത്യമായി ശ്രദ്ധിക്കാൻ കഴിയാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ നിഅമത്താനി മഅ്ബൂനും ഫീമാ കസീറുൻ മിനന്നാസ്, ജനങ്ങൾ അധിക പേരും അശ്രദ്ധരായി കരുതുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ആരോഗ്യം, ഒഴിവ് സമയം. യഥാർത്ഥത്തിൽ ഈ ഒഴിവ് സമയം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടെന്ന് നാം ഒന്ന് പരിശോധിച്ച് നോക്കണം. കാരണം ഈ ഒഴിവ് സമയമായി നമ്മൾ കണക്കാക്കുന്ന സമയം എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ നമുക്ക് വരും കാലത്ത് ചെയ്യാം എന്ന് വെച്ച് നമ്മൾ മാറ്റി വെക്കുന്ന സമയമായിരിക്കും. ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ സമയത്തെ ഒഴിവ് സമയമാക്കും. അല്ലെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിവ് സമയമാക്കി മാറ്റും. എന്നാൽ അടുത്ത സമയം അല്ലെങ്കിൽ അടുത്ത ദിവസം, ആ ഒരു സമയത്തിൻ്റെയും ദിവസത്തിൻ്റെയും യഥാർത്ഥ അധികാരമുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. ആ ഒരു അധികാരത്തെ വിശ്വാസി തൻ്റെ തീരുമാനങ്ങളിലേക്ക് മാറ്റി, ആ അധികാരത്തെ തൻ്റെ തീരുമാനങ്ങളിൽ മാറ്റിക്കൊണ്ട് ആ ഒരു സമയത്തെ, നമ്മളിലൂടെ കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളെ തൻ്റെ അധികാരത്തിലേക്ക് മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഉപകരിക്കാത്ത തരത്തിലേക്ക് ആ സമയത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ മനോഹരമായൊരു വാക്കുണ്ട്, ഇദാ അസ്ബഹ്ത ഫലാ തൻതളിർ മസാ. രാവിലെ ആയാൽ നിങ്ങൾ വൈകുന്നേരത്തെ പ്രതീക്ഷിക്കരുത്, കാത്തിരിക്കരുത്. അതുപോലെ തന്നെ ഇദാ അംസൈത ഫലാ തൻതളിർ സ്വബാഹ്.
വൈകുന്നേരമായി നിങ്ങൾ പ്രദോഷത്തെയും കാത്തിരിക്കരുത്, വൈകുന്നേരമായി നിങ്ങൾ രാവിലെയും കാത്തിരിക്കരുത്. അതായത് രാവിലെ ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ മാത്രമാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. അടുത്ത നിമിഷം, അടുത്ത ദിവസം എന്നുള്ളത് നമ്മുടെ മേൽ അധികാരപ്പെട്ടതൊന്നല്ല. അതുകൊണ്ട് തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പഠനങ്ങളനുസരിച്ച് ശരാശരി 60 വർഷത്തോളം ജീവിക്കുന്ന ഒരു മനുഷ്യന്, അവന് ശരാശരി ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം അവൻ്റെ 60 വർഷത്തെ ജീവിതത്തിൽ 20 വർഷത്തോളം അവൻ ഉറങ്ങുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം നമ്മൾ ഉറങ്ങുന്നതാണ്. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്, ആ കേവലം 40 വർഷത്തിനുള്ളിൽ, അതായത് ഉറങ്ങുന്നത് മാറ്റി വെച്ചിട്ടുള്ള ആ 40 വർഷം നമ്മൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തേക്ക് അവൻ്റെ ആരാധനയ്ക്കായി മറ്റു പ്രവർത്തനങ്ങളായി ഇറക്കി വിട്ടുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആ സമയത്തെ വിനിയോഗിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ടൈം മാനേജ്മെൻ്റ് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഇന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ പ്രാധാന്യത്തെയും അറിയിച്ചുകൊണ്ട് അതിനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം ഫലസ്തീൻ ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രത്തിനെതിരെ ഫലസ്തീൻ തൊടുത്തുവിട്ട ഒരു പ്രതിരോധമാണ് ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ 7 നടന്ന തൂഫാനുൽ അക്സ. ആ തൂഫാനുൽ അക്സയുടെ ബ്രെയിൻ എന്നുള്ളത് ഫലസ്തീൻ നായകനായ ഷഹീദായ യഹ്യ സിൻവാർ ആയിരുന്നു. ആ യഹ്യ സിൻവാർ എവിടെ വെച്ചാണ്, അല്ലെങ്കിൽ ഏത് സമയത്താണ് തൂഫാനുൽ അക്സ എന്നുള്ള മിഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ അറ്റാക്ക് ചെയ്യണം തുടങ്ങിയുള്ള കാര്യങ്ങൾ എവിടെ വെച്ചാണ് അദ്ദേഹം തീരുമാനിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തെ അതിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഇസ്രായേലിൻ്റെ ജയിലറകളിലാണ്. അടുത്ത നിമിഷം, അല്ലെങ്കിൽ അടുത്ത ദിവസം, അടുത്ത വർഷം പുറത്തിറങ്ങാൻ പറ്റൂല, അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രം തന്നെ പുറത്തുവിടില്ലെന്ന ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. എങ്കിലും പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സഹായം തനിക്ക് വരുമെന്നുള്ള ആ ഒരൊറ്റ വിശ്വാസത്തിൻ്റെ മേലാണ് അദ്ദേഹം ആ ജയിലറകളിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ ഭാഷ പഠിക്കുകയും തുടർന്ന് തൂഫാനുൽ അക്സ എന്ന മിഷൻ അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയും തുടർന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് ആ തൂഫാനുൽ അക്സ എന്നുള്ള പ്രതിരോധം ഫലസ്തീനിൽ ഉണ്ടായത്. അപ്പോൾ നാം ചിന്തിച്ച് നോക്കേണ്ടതുണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ ഭയപ്പെടുന്ന കാര്യവും, നമ്മൾ ചെയ്ത് നോക്കിയാൽ അത് ശരിയാവില്ല എന്ന് നമ്മൾ നോക്കുന്ന പല കാര്യങ്ങളും വേണ്ടിയിട്ട് നമ്മളെ സമകാലികമായിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ആ സമയം എത്രത്തോളം പ്രാധാന്യമാണെന്നും എങ്ങനെ വിനിയോഗിക്കണമെന്നും നാം ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകപ്പെട്ട സമയം കൃത്യമായി ഉപയോഗിക്കുവാനും അതിനെ കൃത്യമായി വിനിയോഗിക്കുവാനും കഴിഞ്ഞുകൊണ്ട് നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ ചോദ്യത്തിന് മുമ്പിൽ കൃത്യമായി ഉത്തരം പറയുവാനും നാളെ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിദ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.